അങ്ങനെ അമ്മ തിരിച്ച് ബഹറിലോട്ട് പോയതിന് ശേഷമുള്ള എൻ്റെ ഒരു ദിവസം കേട്ടോ ഇത്. അമ്മ ഉള്ളപ്പോൾ എല്ലാം അമ്മ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അടുക്കള ഡ്യൂട്ടി എൻ്റെ കയ്യിലായിട്ടുണ്ട്. രാവിലെ തന്നെ ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പാറും അമ്മാമ്മയും വീട്ടിലുണ്ട്. അപ്പം കുറച്ച് ദിവസം അവർ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ അതേ രാവിലെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മീൻ അങ്ങനെ കറി വെക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ഒരു പൊതിച്ചോറ് പോലെ വെക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നെടുത്ത് വിഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ ഇതിനിടയ്ക്ക് കൊഞ്ച് പൊളിക്കാൻ പോയി കേട്ടോ. ഞാനാണെങ്കിൽ തേങ്ങ പൊതിക്കണ അപ്പുറത്ത് ചെന്നപ്പം മുകളിൽ ഇരിക്കേട്ടിരുന്ന തുണി വന്ന് തൂങ്ങി അമ്മാവയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടിട്ടപ്പോഴത്തേനും പാറു തേങ്ങ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അമ്മാമ്മയും പാറു ഉള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു ഹെൽപ്പായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് തരുന്നതുകൊണ്ട് പെട്ടെന്ന് ജോലി ഒതുങ്ങുന്നുണ്ടായിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങ പൊതിച്ചെടുക്കാൻ 10-20 മിനിറ്റൊക്കെ എടുക്കുമായിരുന്നു കത്താളിന് പൊതിച്ചെടുക്കുമ്പം. ഇപ്പോൾ പാര ഉള്ളതുകൊണ്ട് ചടപടേന്ന് അതങ്ങ് കഴിയും. അങ്ങനെ എന്തായാലും തേങ്ങ പെട്ടെന്ന് പൊതിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചോറായതുകൊണ്ട് തന്നെ ചമ്മന്തിക്കും പിന്നെ കുറച്ച് അവിയലിനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കൊഞ്ചുള്ളതുകൊണ്ട് കൊഞ്ചിട്ട് അവിയൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനെല്ലാത്തിനും തേങ്ങ വേണം. എനിക്ക് ചെയ്യുന്ന ജോലികളിൽ ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ജോലിയാട്ടോ തേങ്ങ തിരുങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പാറുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിന് തേങ്ങ തിരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവൾ തന്നെ ചെയ്തോട്ടെ എന്ന് കരുതി അവളെ ആ പണിയൊക്കെ ഏൽപ്പിച്ചു. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അത് കുറച്ച് കഴിയുമ്പോൾ കഴുകിയെടുക്കും. കാരണം നമ്മൾ തോനെ പാത്രമാക്കി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാം കൂടി കാണുമ്പോഴത്തേക്കും പ്രാന്ത് പിടിക്കും. അപ്പോൾ ഉള്ളതും കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജോലി പെട്ടെന്ന് ഒതുങ്ങിക്കോളും. ഇതിനിടയ്ക്ക് ഇതേ കുഞ്ഞുപെണ്ണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറു അവളെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും കുറച്ച് നേരം ഒന്ന് എടുത്തുകൊണ്ട് നടക്കണം. അതിനിടയ്ക്ക് ഞാൻ ആ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ അവിയലിനുള്ളതൊക്കെ അരിയുന്നുണ്ട്. അമ്മാമ്മ അപ്പോഴത്തേനും കൊഞ്ചൊക്കെ പൊളിച്ച് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ജോലി ഒതുങ്ങിയിട്ട് കഴിക്കുക എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ജോലി ഒതുങ്ങത്തുള്ളൂ. എന്നാൽ പിന്നെ കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കഴിക്കാൻ പോയി. പാറു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുമ്പോഴേ മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. ഇവിടുത്തെ നീ പോയി കഴിച്ചോ എന്ന് പറഞ്ഞാലും അവൾ കഴിക്കത്തില്ല. ഞാൻ കഴിക്കുന്നത് വരെ നോക്കിയിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനും കഴിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് സാധനങ്ങൾ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പോയി മേടിക്കാമെന്ന് കരുതി അപ്പുറത്തെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ആര് വണ്ടി എടുത്താലും അപ്പം തന്നെ ലക്കി ചാടിക്കയറി ഫ്രണ്ടിൽ ഇരിക്കും. അവൻ ഇങ്ങനെ കടയിൽ കൊണ്ടുപോയി ശീലമായി കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതേ വണ്ടിയിൽ തന്നെ ഞാൻ ബെൽറ്റ് ഇട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ നോക്കിയിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. യാത്ര പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് കേട്ടോ അവന്. അങ്ങനെ എന്തായാലും സാധനമൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നു. അപ്പോഴത്തേനും നമ്മുടെ അവിയലിനുള്ളത് ഞാൻ വെച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വെന്ത് വരുമല്ലോ എന്ന് കരുതി. ഇതിനിടയ്ക്ക് പാറുതെ പാത്രമൊക്കെ കിടന്നൊക്കെ ഒന്ന് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ അവിയലിനുള്ള അരപ്പൊക്കെ ആക്കി പെട്ടെന്ന് തന്നെ അതിൻ്റെ അതൊരു കൊഞ്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊഞ്ചവിയലാണല്ലോ, അപ്പം മെയിൻ അതിൻ്റെ അകത്ത് കൊഞ്ചായിരിക്കുമല്ലോ. അങ്ങനെ എന്തായാലും അതൊക്കെ ഒരു സൈഡാക്കിയപ്പോഴത്തേനും പിന്നെ കൊഞ്ച് ചമ്മന്തി ആക്കാമെന്ന് കരുതി. എപ്പോഴും ചമ്മന്തി നോർമലായിരിക്കുമല്ലോ. എന്നാൽ പിന്നെ ഉണക്ക കൊഞ്ച് ഇരുന്ന് കണ്ടപ്പം എന്നാൽ പിന്നെ അതിട്ടിട്ട് ഉണക്ക കൊഞ്ച് വെച്ച് ചമ്മന്തി ആക്കാമെന്ന് കരുതി. പെട്ടെന്ന്